ഈ ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം രൂപവൽക്കരിക്കുന്നതിൽ ഇന്ത്യക്ക് നിർണായക പങ്കുണ്ടായിരുന്നു നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം അനുദിനം വഷളായി വരികയാണെന്ന് കേൾക്കുന്നു. വാസ്തവമുണ്ടോ? അല്ല, അത് ഈ സിനു ചോദിച്ചത് ഈ സമരത്തിൻ്റെ പശ്ചാത്തലത്തിലായിരിക്കും. അതല്ല, വലിയൊരു ഡെവലപ്മെൻറ്റ് ഇന്നലെ ഉണ്ടായിട്ടുണ്ട്. ബംഗ്ലാദേശ് സർക്കാരിൻ്റെ ഉപദേശക സമിതി, ഇപ്പോൾ പ്രധാനമന്ത്രി ഒന്നുമില്ലല്ലോ, കുറേ ഉപദേഷ്ടാക്കന്മാർ, മുഹമ്മദ് യൂനുസ് മുഖ്യ ഉപദേഷ്ടാവ്, പിന്നെ കുറേ ഉപദേശകർ. അതിൽപ്പെട്ട ഒരാളാണ് മുഹമ്മദ് നാസിദ് ഇസ്ലാം. ഇയാൾ ഹസീന വിരുദ്ധ സമരത്തിൻ്റെ കോർഡിനേറ്റർമാരിൽ ഒരാളാണ്. അയാളിപ്പോൾ അവിടുത്തെ ഒരു അഡ്വൈസറാണ്, വേണമെങ്കിൽ മന്ത്രിയാണെന്ന് പറയാം, മന്ത്രിയൊന്നുമല്ല. അയാളിപ്പോൾ ഇന്നലെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുണ്ട്. ഇന്ത്യ ബംഗ്ലാദേശിനെ വെള്ളത്തിൽ മുക്കി കൊല്ലാൻ ശ്രമിക്കുന്നു. കാരണം ബംഗ്ലാദേശിലെ 8 ജില്ലകൾ ഇന്നലെ മുതൽ വെള്ളത്തിനടിയിലാണ്. കാരണം ത്രിപുരയിലുള്ള നമ്മുടെ ഒരു ഡാമുണ്ട്, ദുംബൂർ ഡാം ഇന്ത്യ തുറന്നപ്പോൾ ബംഗ്ലാദേശിലെ 8 ജില്ലകൾ ഏതാണ്ട് പൂർണ്ണമായും വെള്ളത്തിനടിയിലാണ്. നാശനഷ്ടങ്ങളുടെ കണക്ക് വന്നിട്ടില്ല. അതുകൊണ്ടാണ് പെട്ടെന്ന് അടിയന്തരമായി മുഹമ്മദ് യൂനുസിൻ്റെ നേതൃത്വത്തിൽ ഈ ഉപദേശക സമിതി യോഗം ചേർന്നിട്ട് ഇയാൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിരിക്കുകയാണ്. ഇന്ത്യ ബംഗ്ലാദേശിനെ വെള്ളത്തിൽ മുക്കിക്കൊല്ലുന്നു, ഇന്ത്യ ശത്രുതാപരമായി പെരുമാറുന്നു. ഇതാണ് ഒരു ഡെവലപ്മെൻറ്റ്. അതിനുശേഷം ഇന്ത്യയുടെ അവിടുത്തെ ഹൈക്കമ്മീഷണറായ പ്രണയ് വർമ്മ മുഹമ്മദ് യൂനുസുമായി ചർച്ച നടത്തി. ഈ ചർച്ച നടന്ന ഉടനെ ബംഗ്ലാദേശിലെ ജമായത്തെ ഇസ്ലാമി ഹാൻഡിലുകൾ വലിയ പ്രചാരണം നടത്തി. ഇന്ത്യൻ പ്രതിനിധിയെ മുഹമ്മദ് യൂനുസ് വിളിച്ചു വരുത്തി, വെള്ളത്തിൽ മുക്കി, ഡാം തുറന്ന് ഞങ്ങളെ വെള്ളത്തിൽ മുക്കിക്കൊല്ലുന്നു എന്ന്. അപ്പോൾ ഇന്ത്യ അതിനോട് ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട്. അത്തരം കളിയൊന്നും ഇങ്ങോട്ട് വേണ്ട, വിളിച്ചു വരുത്തിയതൊന്നുമല്ല, ഈ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ നിശ്ചയിച്ചൊരു യോഗം ഇപ്പോൾ നടന്നത്, അത്തരം കളിയൊന്നും വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നു. ഇവിടെ നമ്മൾ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ബംഗ്ലാദേശ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ സഹായം കൊണ്ടുണ്ടായ ഒരു രാജ്യമാണ്. ഇന്ത്യ ആണ് തീറ്റിപ്പോറ്റുന്നത് ബംഗ്ലാദേശിന്. ചണം കൊടുക്കുന്നത് ഇന്ത്യയാണ്. അതുകൊണ്ടാണ് അവർ ടെക്സ്റ്റൈൽ വ്യവസായമാണ് ബംഗ്ലാദേശിൻ്റെ പ്രധാനപ്പെട്ട വ്യവസായം. ഇപ്പോൾ ബംഗ്ലാദേശിൻ്റെ കുത്തകയൊക്കെ പോയിട്ടുണ്ട്. എന്നാലും ഇന്ത്യയിലെ പ്രധാനപ്പെട്ട, നമുക്കറിയാമല്ലോ, ഈ ന്യൂ ജനറേഷൻ ഈ പുതിയ വ്യാപാര സ്ഥാപനങ്ങളുണ്ട്. റിലയൻസ് ട്രെൻഡ്, മാക്സ്, സ്റ്റുഡിയോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട്, ടാറ്റയുടെയും റിലയൻസിൻ്റെയൊക്കെ ഒരുപാട് ഔട്ട്ലെറ്റുകൾ നമ്മുടെ നാട്ടിലൊക്കെ വരുന്നുണ്ട്. കുറഞ്ഞ വിലയ്ക്ക് ഫാഷനബിളായിട്ടുള്ള വസ്ത്രങ്ങൾ കിട്ടുന്നു. ഈ ഔട്ട്ലെറ്റുകളിലേക്കൊക്കെ വരുന്ന കോടിക്കണക്കിന് വസ്ത്രങ്ങൾ ബംഗ്ലാദേശിലുണ്ടാവുന്നതാണ്. ചിലതിൻ്റെയൊക്കെ പുറകിൽ മെയ്ഡ് ഇൻ ബംഗ്ലാദേശ് എന്ന് കാണാം. അപ്പോൾ ബംഗ്ലാദേശിൻ്റെ പ്രധാനപ്പെട്ട വ്യവസായം ഇപ്പോഴും ടെക്സ്റ്റൈൽ വ്യവസായമാണ്. പക്ഷേ അവരുടെ ക്വാളിറ്റി മോശമായതുകൊണ്ട് ലോക മാർക്കറ്റിൽ അവർ റിജക്റ്റഡാണ്. ഇന്ത്യ മാത്രമാണ് ഇത് വാങ്ങുന്നത്. അതുകൊണ്ടാണ് ഇത്തരം ഔട്ട്ലെറ്റുകളിൽ ഈ മാക്സ്, സ്റ്റുഡിയോ, റിലയൻസ്, ഇവരുടെയൊക്കെ ഇത് വളരെ കുറഞ്ഞ വിലയ്ക്ക് കിട്ടും. അവിടെയൊക്കെ ഫാഷനബിളാണ്. 3-4 മാസം കഴിയുമ്പോൾ പൊക്കോട്ടെ, അതിനുള്ള വിലയേ ഉള്ളൂ. അപ്പോൾ ഈ മാർക്കറ്റിനെ ആശ്രയിച്ചാണ് ബംഗ്ലാദേശ് നിൽക്കുന്നത്. ഈ മാർക്കറ്റങ്ങ് പൂട്ടിപ്പോയാൽ ഇപ്പോൾ ചണം കിട്ടുന്നില്ല, അവർക്ക് ചണം കിട്ടുന്നില്ല, നൂല് കിട്ടുന്നില്ല, ഇങ്ങോട്ടുള്ള കയറ്റുമതി നിന്നിരിക്കുക. ബംഗ്ലാദേശ് പട്ടിണിയാണ്. അതുകൂടാതെ 54 നദികൾ ഇന്ത്യയിൽ നിന്ന് ബംഗ്ലാദേശിൻ്റെ അതിർത്തി കൂടെ ഓടുന്നുണ്ട്. ഈ 54 നദികളിൽ പലയിടത്തും ഇന്ത്യക്ക് ഡാമുണ്ട്. അതായത് ഇന്ത്യ വിചാരിച്ച ബംഗ്ലാദേശിന് വെള്ളം കിട്ടത്തില്ല. ഇന്ത്യ ഡാം തുറന്നു വിട്ടാൽ ബംഗ്ലാദേശ് മുങ്ങിച്ചാവും. അപ്പോൾ ബംഗ്ലാദേശിൽ ഈ കാട്ടിക്കൂട്ടി ഇരിക്കുന്ന അവർക്ക് തന്നെ അറിയാം. ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ പോലും അപലപിച്ച മുഹമ്മദ് യൂനുസിന് പോലും ഏറ്റുപറയേണ്ടി വരികയും അവസാനിപ്പിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞ ഹിന്ദു കൂട്ടക്കൊലയുടെ പശ്ചാത്തലത്തിൽ പെട്ടെന്നൊരു വെള്ളപ്പൊക്കമുണ്ടായി 8 ജില്ലകൾ മുങ്ങിയപ്പോൾ ബംഗ്ലാദേശ് കരുതുന്നു ഇന്ത്യ ഒരു പണി തന്നതാണ്. ഒന്നും പറയാൻ പറ്റത്തില്ല. വെള്ളം ഒഴുകി വന്നു. ത്രിപുരയിൽ കഴിഞ്ഞ 2 ദിവസമായിട്ട് മഴയാണ്. ത്രിപുരയിൽ മഴ പെയ്തു. ത്രിപുരയിൽ 10 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മഴയുമായി ബന്ധപ്പെട്ട് 10 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തു പറ്റി? സ്വാഭാവികമായും ഇതിൻ്റെ ഡാമിൻ്റെ തുമ്പൂർ ഡാമിൻ്റെ കാച്ച്മെൻറ്റ് ഏരിയയിൽ വലിയ തോതിൽ മഴ പെയ്തപ്പോൾ ഡാമിൻ്റെ ഷട്ടർ തുറക്കേണ്ടി വന്നു. ഷട്ടർ തുറന്നപ്പോൾ ബംഗ്ലാദേശ് വെള്ളത്തിലായി. ഇന്ത്യക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇന്ത്യക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഇന്ത്യ മനഃപൂർവ്വം ചെയ്തതാണെന്ന് പറഞ്ഞാലും നമുക്ക് ഈ വെള്ളത്തിൽ ഡാമിൽ നിറയുന്ന വെള്ളം മുഴുവൻ അവിടെ ശേഖരിച്ച് വെച്ചിട്ട് പെട്ടെന്ന് തുറന്ന് വിടാൻ വേണ്ടി ത്രിപുരയിലെ മന്ത്രി മണിയാശാനല്ലോ. ഏതായാലും ഇന്ത്യയുടെ പ്രശ്നം അതാണ്. ഞങ്ങൾ കൃത്യമായി ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ഈ ഫ്ലഡ് സംബന്ധിച്ച്, കാരണം 54 നദികൾ നമ്മുടെയാണ്. ബംഗ്ലാദേശിന് സ്വന്തം നദിയൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ നദികളാണ് ബംഗ്ലാദേശിന് വെള്ളം കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ നദികളിൽ വെള്ളപ്പൊക്കം ഉണ്ടായാൽ ബംഗ്ലാദേശിനെ ബാധിക്കും. അതുകൊണ്ട് നമ്മൾ കൃത്യമായി ഫ്ലഡ് സംബന്ധിച്ച്, വെള്ളപ്പൊക്കം സംബന്ധിച്ച ഡാറ്റ ബംഗ്ലാദേശിന് കൊടുത്തേക്കാം എന്നൊരു കരാറുണ്ട്. ഈ കരാർ അനുസരിച്ച് ഓഗസ്റ്റ് 21-ാം തീയതി മിനിഞ്ഞാന്ന് വൈകുന്നേരം 3:10 വരെ നമ്മൾ വിവരങ്ങൾ കൊടുത്തിരുന്നു. പക്ഷെ 3:10 ശേഷമാണ് കടുത്ത മഴ പെയ്യുകയും വെള്ളം ഡാമിൽ നിറയുകയും വെള്ളം തുറന്നു വിടേണ്ട അവസ്ഥ ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ ബംഗ്ലാദേശ് പറയുന്നത് 3:10 വരെ തന്നു, അത് കഴിഞ്ഞ് തന്നില്ല എന്ന്. അപ്പോൾ ഇന്ത്യ പറയുന്നു 3:10 വരെ തന്നു,
അങ്ങനെ ഞങ്ങൾക്ക് മുഴുവൻ 3-10 വരെ തരാതിരിക്കാമായിരുന്നല്ലോ. 3-10 കഴിഞ്ഞപ്പോൾ കടുത്ത മഴയുണ്ടായി, അവിടെ വൈദ്യുതി തകരാറുണ്ടായി, കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളെല്ലാം തകരാറിലായിപ്പോയി. അപ്പോൾ പിന്നെ അങ്ങനെ ഒരാളെ പറഞ്ഞു വിട്ട് ഡാക്കയിലേക്ക് പറഞ്ഞു വിടാൻ പറ്റുമൊന്നുമില്ലല്ലോ. ഇനി അങ്ങനെ അത്ര സാഹസം എടുത്തൊക്കെ പോകാൻ മാത്രമുള്ള വലിയ അനുകൂലമായ നിലപാടൊന്നുമല്ല ഇന്ത്യയോട് ഇപ്പോൾ ബംഗ്ലാദേശ് അല്ലെങ്കിൽ ഇന്ത്യൻ ഒറിജിനായിട്ടുള്ള ന്യൂനപക്ഷങ്ങളോട് ബംഗ്ലാദേശ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും എന്ത് പറ്റി, ഈ ടെലികമ്മ്യൂണിക്കേഷൻ കറണ്ടൊക്കെ തിരിച്ച് വന്ന് ഈ ടെലികമ്മ്യൂണിക്കേഷൻ സംവിധാനമൊക്കെ ശരിയാവുന്നത് വരെ സമയമെടുത്തു. അപ്പോൾ ഡാം തുറക്കേണ്ടി വന്നു, വെള്ളത്തിലായിപ്പോയി. ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഇതാണ് ഇന്ത്യയുടെ വെർഷൻ. അപ്പോൾ ഇത് ചിലപ്പോൾ ശരിയായിരിക്കാം, അല്ലെങ്കിൽ ഇവനൊരു പണി കൊടുക്കേണ്ടതാണ് എന്ന് ഇന്ത്യ തീരുമാനിച്ചതാവാം. പക്ഷേ ഇന്ത്യയുടെ ഔദ്യോഗിക വെർഷൻ ഇതാണ്. 3-10 വരെ നമ്മൾ കൃത്യമായി ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അതിന് ശേഷമാണ് കടുത്ത മഴയുണ്ടായത്. മഴയുണ്ടായപ്പോൾ വൈദ്യുതി തകരാറുണ്ടായി, നമ്മുടെ ടെലികമ്മ്യൂണിക്കേഷൻ സിസ്റ്റം തകരാറിലായി. അതുകൊണ്ട് ഡാം തുറക്കുന്ന കാര്യം അറിയിക്കാൻ പറ്റിയില്ല. ഇതാണ് ഇന്ത്യ പറയുന്ന വെർഷൻ. അപ്പോൾ ഇതിനിടയ്ക്ക് ഈ നമ്മൾ പറയുന്നത് ബംഗ്ലാദേശ് കുറേ കാലമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സർക്കാർ വന്നതിന് ശേഷം ഇന്ത്യയോടെടുക്കുന്ന നിലപാടുകൾ മനഃപൂർവ്വം ഇന്ത്യയെ പ്രതിസന്ധിയിലാക്കുന്നതാണ്. ഷെയ്ഖ് ഹസീന ഇന്ത്യയിലേക്ക് വന്നു. ഇന്ത്യയിലേക്ക് വന്നതിന് ശേഷം ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ കുറ്റവാളികളെ കൈമാറുന്നതിന് കരാറുണ്ട്. ഹസീന ഇവിടെ വന്നത് ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ ഭരണകൂടത്തിനും ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള ജിഹാദി ഗ്രൂപ്പിനും ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്നാൽ ഇന്ത്യയോട് ചൊറിഞ്ഞ് ഹസീന മേടിച്ചുകൊണ്ട് പോകാനൊന്നും പറ്റത്തില്ല. UAE ഹസീനയ്ക്ക് വിസ കൊടുത്തില്ല, UK കൊടുത്തില്ല, US കൊടുക്കുന്നില്ല. ഹസീന ഇന്ത്യയിൽ മാത്രമായിട്ട് തുടരുകയാണ്. അപ്പോൾ എന്താ മാർഗം? ഇവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് 31 കേസുകൾ. ചിലപ്പോൾ അതിൻ്റെ കൗണ്ട് ഇപ്പോൾ കൂടിയിട്ടുണ്ടാവും. ലേറ്റസ്റ്റ് വരെ ഞാൻ മനസ്സിലാക്കി 31 എന്നാണ്. പിന്നെ ഒരു 3 എണ്ണം കൂടി ഇപ്പോൾ എടുക്കും എന്ന് പറയുന്നു. രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല. അങ്ങനെയാണെങ്കിൽ 34 കേസുകൾ ഹസീനയ്ക്കെതിരെ രജിസ്റ്റർ ചെയ്തു. 26 കേസുകളും മർഡർ കേസുകളാണ്, കൊലപാതക കേസുകളാണ്. ഹസീന ആരെങ്കിലും രാവിലെ തോക്ക് എടുത്തുകൊണ്ടിരുന്ന് വെടിവെച്ചു എന്നല്ല, പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു. അവാമി ലീഗും BNPക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു. ഉടനെ പ്രധാനമന്ത്രിയായ 1-ാം പ്രതിയായിട്ട് പരാതി കൊടുക്കും, പോലീസ് ചാർജ് ചെയ്യും. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ചെയ്യുന്നത് മനഃപൂർവ്വം. കാരണം സാധാരണ രാഷ്ട്രീയ കേസുകളാണെങ്കിൽ ഈ എക്സ്ട്രാഡിഷൻ ട്രീറ്റിയുടെ ഭാഗമായി അങ്ങനെ രാഷ്ട്രീയ കേസുകളിൽ പ്രതിയായ വിട്ടുകൊടുക്കേണ്ട കാര്യമില്ല. ക്രിമിനൽ കേസ് പ്രതിയായ, പ്രത്യേകിച്ച് മർഡർ കേസുകളിൽ പ്രതിയായ, കൊലപാതക കേസുകളിൽ പ്രതിയായാൽ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള കരാർ അനുസരിച്ച് ഹസീനയെ വിട്ടുകൊടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് അവിടെ ഹസീനയ്ക്കെതിരെ പരാതി കൊടുക്കുന്നു, ഉടൻ പോലീസ് കൊലപാതക കുറ്റം ചാർജ് ചെയ്ത് കേസെടുക്കുന്നു. 26 കൊലക്കേസുകൾ ഇപ്പോൾ ഹസീനയ്ക്കെതിരെ വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ഇന്നല്ലെങ്കിൽ നാളെ ഇന്ത്യയോട് ഹസീനെ വിട്ടുതരാൻ ബംഗ്ലാദേശ് ആവശ്യപ്പെടും. അല്ല, ഇതിനകത്ത് വേറെ ഒരു പ്രധാനപ്പെട്ട ഒരു സാങ്കേതിക പ്രശ്നമുണ്ട്. ബംഗ്ലാദേശിൻ്റെ ഒരു ഭരണഘടനയുണ്ട്. ഭരണഘടനയിൽ ഒരിക്കലും അവർ ചീഫ് അഡ്വൈസർമാരെന്നുള്ള പോസ്റ്റില്ല. ഇപ്പം ചിലരൊക്കെ ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രിയാണ് മുഹമ്മദ് യൂനസ് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് യൂനസ് പ്രധാനമന്ത്രിയല്ല. ഭരണഘടനാ പ്രകാരം ബംഗ്ലാദേശിന് ഇപ്പോൾ ഒരു മന്ത്രിസഭയില്ല. അതുകൊണ്ട് മന്ത്രിസഭയില്ലാത്ത യൂനുസിൻ്റെ നേതൃത്വത്തിലുള്ള ഈ ഒരു ഉപദേശക സമിതി ആവശ്യപ്പെട്ടാൽ ഇന്ത്യക്ക് എക്സ്ട്രഡീഷൻ കരാർ പ്രകാരം ഹസീനെ വിട്ടുകൊടുക്കേണ്ടതുണ്ടോ എന്നുള്ള ഒരു ടെക്നിക്കൽ പ്രോബ്ലം ഉണ്ട്, നിയമപ്രശ്നമാണ്. അത് ചിലപ്പോൾ ICJ വരെയൊക്കെ പോകാം, ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് വരെയൊക്കെ പോകാൻ സാധ്യതയുള്ള തർക്കമുണ്ടായാൽ അവിടെ വരെ പോകാനുള്ള ഒരു കേസാണ്. പക്ഷേ അതിനൊക്കെ ബംഗ്ലാദേശ് ധൈര്യപ്പെടും. ഇന്ത്യയോട് അങ്ങനെ സമരം ചെയ്തേക്കാം, യുദ്ധം ചെയ്തേക്കാം എന്നൊക്കെ വിചാരിക്കാൻ മാത്രമുള്ള ശേഷിയൊന്നും ബംഗ്ലാദേശിന് ഇല്ല. പക്ഷേ ബംഗ്ലാദേശിൻ്റെ ഇപ്പോഴത്തെ അപ്പന്മാരുണ്ടല്ലോ, അതിൻ്റെ പിന്നിൽ കളിക്കുന്ന ഇസ്ലാമിസ്റ്റുകൾ, അമേരിക്ക, ഇവരുടെയൊക്കെ താല്പര്യപ്രകാരം ഒരുപക്ഷെ അങ്ങനെ ഒരു നിലപാടെടുക്കുകയാണെങ്കിൽ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം വല്ലാതെ വഷളാവും. കാരണം ഇന്ത്യയോട് മുട്ടാനുള്ള ശേഷിയൊന്നും ബംഗ്ലാദേശിന് ഇല്ല. ആകെ കൂടെ 50,000-60,000 പേരുള്ള പട്ടാളമാണ് ബംഗ്ലാദേശിനുള്ളത്. നമ്മുടെ ഇന്ത്യൻ ആർമി തന്നെ 12 ലക്ഷം ഉണ്ടെന്നാണ് പറയുന്നത്. 10 ലക്ഷത്തിനും 12 ലക്ഷത്തിനും ഉണ്ട്. BSFും ഏതാണ്ട് അതിൻ്റെ 4-1 വരും BSF. പിന്നെ നമ്മുടെ പാരാമിലിറ്ററീസൊക്കെ. അപ്പോൾ അതുകൊണ്ട് ബംഗ്ലാദേശിന് കായികമായി ഇന്ത്യയോട് മുട്ടാനൊന്നും പറ്റത്തില്ല. മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബംഗ്ലാദേശിൻ്റെ 4 അതിർത്തിയിൽ ഒരിടത്ത് കടലും 3 വശം ഇന്ത്യയാണ്. അതുകൊണ്ട് ബംഗ്ലാദേശിന് ഈ പറഞ്ഞ പോലെ മുട്ടുകാലിൽ കുത്തി വീഴുക എന്നല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. കുടിവെള്ളം പോലും ബംഗ്ലാദേശിന് കിട്ടത്തില്ല ഇന്ത്യയുമായി യുദ്ധത്തിന് പോയാൽ. ജമാഅത്തെ ഇസ്ലാമിക്കാർ വെള്ളം കൊടുക്കുമൊന്നുമില്ലല്ലോ. ഇനിയിപ്പോൾ കേരളത്തിൽ നിന്ന് മാധ്യമത്തിൻ്റെ ഓഫീസിൽ നിന്നൊക്കെ കൊണ്ടു കൊടുക്കുമായിരിക്കും. അത് നമുക്കറിയില്ല. ഈ എങ്ങനെ സർവൈവ് ചെയ്യും എന്നുള്ളത് ബംഗ്ലാദേശികൾക്കും അറിയത്തില്ല, നമുക്കും അറിയില്ല. ഇന്ത്യ തീരുമാനിച്ചാൽ ബംഗ്ലാദേശിൻ്റെ കഥ കഴിഞ്ഞു പോകും. അല്ല പിന്നെ പാകിസ്ഥാൻ സഹായിക്കണം. പാകിസ്ഥാനിൽ നിന്ന് ബോർഡറൊക്കെ തുറന്ന് ഇങ്ങോട്ട് വരണം. ഇതിന് എരുതിയിൽ നിന്ന് വറചട്ടിയിലേക്ക് പോകുന്ന പോലെ ആയിരിക്കും ബംഗ്ലാദേശിന്. അപ്പോൾ ബംഗ്ലാദേശിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഇന്ത്യയുമായുള്ള ബന്ധം കൂടുതൽ ശിഥിലമാവുകയാണ്. ഇന്ത്യക്കെതിരെ പരസ്യമായി ആക്ഷേപവുമായി വന്നിരിക്കുന്ന ആളുടെ പേര് മുഹമ്മദ് നാഹിദ് ഇസ്ലാമാണെന്ന് ഞാൻ പറഞ്ഞു.
അയാൾ നേരത്തെ ഈ കലാപത്തിൻ്റെ ശില്പിയായ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആളുമായിരുന്നു. ഏതായാലും വേറെ കാര്യമുണ്ട്, എന്നെ സംബന്ധിച്ച് എനിക്ക് ഇങ്ങനെ വിശ്വസിക്കാനാണ് ഇഷ്ടം. കാരണം ഒരു വൈദ്യുതി തകരാറുണ്ടായതുകൊണ്ട് ടെലികമ്മ്യൂണിക്കേഷൻ തകരാറൊക്കെ സംഭവിച്ചിട്ട് വെള്ളം പൊങ്ങുന്നു, ഡാം തുറക്കുന്നു, അറിയിക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറയാമെന്നല്ലാതെ അത്ര പെട്ടെന്നൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഇവിടെ കൗണ്ടർ പാർട്ടായ ഈ ഇന്ത്യയുടെ അതിർത്തിയിലുള്ളവരും അപ്പുറത്തുള്ളവരുമായിട്ടൊക്കെ ടെലിഫോൺ കമ്മ്യൂണിക്കേഷനൊക്കെ ഉണ്ടാവും, മൊബൈൽ ഫോണൊക്കെ ഉണ്ടാവും, വയർലെസ് ഒക്കെ ഉണ്ടാവും. ഇതൊക്കെ വിളിച്ചു പറയാനൊക്കെ അറിയിക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ട്. അപ്പോൾ കറണ്ട് പോയതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ തകരാറായി എന്ന് പറയുന്നത് ഇന്ത്യക്കാരായ നമുക്കും അത്ര പെട്ടെന്ന്, ചിലപ്പോൾ ശരിയായിരിക്കും കേട്ടോ, നമുക്കും അത്ര പെട്ടെന്ന് വിശ്വസിക്കാം അങ്ങനെയൊക്കെ സംഭവിക്കുമോ? അപ്പോൾ ഒരു പക്ഷേ ഇന്ത്യക്ക് വലിയ വേദനയുണ്ട്. അവിടുത്തെ ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്യുന്നു, ഒരുപാട് ആളുകളെ കൊന്നു, സ്ഥാപനങ്ങൾ നശിപ്പിച്ചു, വീടുകൾ നശിപ്പിച്ചു, ഹിന്ദു സ്ത്രീകളെയും പെൺകുട്ടികളെയും റേപ്പ് ചെയ്തു. ഇപ്പോൾ ഏറ്റവും പുതിയ പ്രവണത എന്നറിയോ? ഇപ്പം യൂണിസൊക്കെ ഇടപെട്ടിട്ട്, ഐക്യരാഷ്ട്രസഭയൊക്കെ ഇടപെട്ടതോടെ അക്രമം നേരിട്ട് കൊലയൊക്കെ അത് പതുക്കെ അവസാനിച്ചിട്ട് സ്കൂൾ ടീച്ചേഴ്സ് തുടങ്ങി വിവിധ സർക്കാർ ഉദ്യോഗങ്ങളിലിരിക്കുന്ന ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ നിർബന്ധിച്ച് അവരെ കൊണ്ട് രാജിവെപ്പിക്കുക. എന്നിട്ട് നീയൊക്കെ ഇന്ത്യയെ പോടാന്ന് പറയുക. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഇസ്ലാമിസ്റ്റുകളുടെ ഭീഷണിയും ആക്രമണവും ഫിസിക്കലി ഒന്ന് കുറഞ്ഞിട്ടുണ്ടെങ്കിലും അവരെ ആളുകളെ ഉപദ്രവിക്കുന്നത് മറ്റു തരത്തിൽ കായികമായി ഉപദ്രവിക്കാതെ മറ്റു തരത്തിലുള്ള രാജ്യത്ത് നിന്ന് നിഷ്കാസിതരാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. ഇത് നമ്മുടെ ആളുകൾക്ക് വലിയ വേദന ഉണ്ടായിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഒന്നാലോചിക്കണം, ബംഗ്ലാദേശിൽ ഈ ഹിന്ദുക്കൾക്കെതിരെ കൂട്ടക്കൊല നടന്നുകൊണ്ടിരുന്നപ്പോൾ വളരെ പെട്ടെന്ന് ആയിരക്കണക്കിന് ആളുകൾ ലിറ്ററലി അവർ ആയുധങ്ങൾ എന്തിക്കൊണ്ട് വടിയും കോടാലിയും ഒക്കെ എടുത്തുകൊണ്ട്, കൈ കിട്ടുന്ന ആയുധം എടുത്തുകൊണ്ട് ഹിന്ദുക്കൾക്ക് തെരുവിൽ ഇറങ്ങേണ്ടി വന്നു. അപ്പോൾ ഭയചകിതരായിരിക്കുന്ന ആളുകൾ അത്ര പെട്ടെന്ന് സ്വമേധയാ ഒന്നും തെരുവിലിറങ്ങില്ല. അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ വേറൊരു വാർത്ത, നമ്മുടെ മാധ്യമങ്ങളൊന്നും വരാത്തൊരു വാർത്ത ഉണ്ടായിരുന്നു. RSSൻ്റെ ഒരു സെലക്റ്റഡ് ആയിട്ടുള്ള കേഡർമാർ ബംഗ്ലാദേശ് അതിർത്തിയിലേക്ക് നീങ്ങുന്നു എന്നൊരു വാർത്തയുണ്ടായിരുന്നു. ഏതായാലും ഇന്ത്യയിൽ നിന്നുള്ള ചില ഇൻസ്പിറേഷനും പ്രേരണകളും സഹായവും സപ്പോർട്ടും പിന്തുണയും ഒക്കെ കൊടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളുണ്ട് കൂടെ എന്നൊരു മെസ്സേജ് അവിടെ ചെന്നതുകൊണ്ടാണ് അവിടുത്തെ ഹിന്ദുക്കൾക്ക് ഞങ്ങൾ തിരിച്ചടിക്കും എന്ന് പറഞ്ഞ് തെരുവിലിറങ്ങേണ്ടി വന്നത്. അപ്പോൾ ഇന്ത്യ ഇതിനകത്ത് കാര്യമായി ഒന്നും ചെയ്യുന്നില്ല എന്ന് വിഷമിക്കുന്ന ഒരുപാട് ഇന്ത്യക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ബംഗ്ലാദേശിൽ ഹിന്ദുക്കളെ, ന്യൂനപക്ഷങ്ങളെ, ക്രിസ്ത്യാനികളെ, സിഖുകാരെയൊക്കെ കൂട്ടക്കൊല ചെയ്യുമ്പോൾ ഇന്ത്യ നോക്കി നിൽക്കുകയാണല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ത്യക്ക് സൈനികമായൊക്കെ അങ്ങനെ കയറി ഇടപെടാൻ പറ്റുന്നില്ലെങ്കിലും ഇന്ത്യക്ക് വേണമെങ്കിൽ ഒരു വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാക്കാൻ പറ്റും. വേണ്ടി വന്നാൽ ഞങ്ങൾ വിചാരിച്ചാൽ 54 നദിയിൽ വെള്ളപ്പൊക്കം ഉണ്ടാക്കിയാൽ ബംഗ്ലാദേശ് ഭൂമിയിൽ ഉണ്ടാവത്തില്ല. കാരണം 54 നദി നമ്മുടെയാണ്. ഈ 54 നദി കൊണ്ടാണ് ഇവൻ വെള്ളം കുടിക്കുന്നത്. അതുകൊണ്ട് ഏത് ജമാഅത്തെ ഇസ്ലാമി അല്ല അതിൻ്റെ ബാപ്പ വന്നാലും ഇന്ത്യയോട് മത്സരിച്ച്, ഇന്ത്യയെ വെറുപ്പിച്ച്, ഇന്ത്യയോട് ഏറ്റുമുട്ടി ബംഗ്ലാദേശിന് ഒരു ഇഞ്ചും മുന്നോട്ട് നീങ്ങാൻ പറ്റില്ല. ത്രിപുരയിൽ കനത്ത മഴയുണ്ടായി. അതിർത്തിയിൽ നിന്ന് 120 കിലോമീറ്റർ അകലെയുള്ള ദുംബൂർ ഡാമിൻ്റെ കാച്ച്മെൻറ്റ് ഏരിയയിൽ മഴ പെയ്തപ്പോൾ ബംഗ്ലാദേശിലെ 8 ജില്ല വെള്ളത്തിലായി. ഇത് ഗുംതി നദിയിലാണ് ഈ ഡാമുള്ളത്. ഗുംതി നദിയിൽ, ഗുംതി നദി കൂടാതെ 53 നദികൾ നമ്മുടെ രാജ്യത്ത് നിന്ന് ബംഗ്ലാദേശ് വഴി പോകുന്നുണ്ട്. ബംഗ്ലാദേശ് ഓർത്താൽ കൊള്ളാം, 54 നദികളിൽ വെള്ളം പൊങ്ങിയാൽ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ. പഴയ അനിക്സ്പ്രേയുടെ പരസ്യമാണെന്ന് മുഹമ്മദ് യൂനിസിന് അറിയില്ലെങ്കിൽ ഒന്ന് അറിഞ്ഞ് ഓർമ്മിച്ച് വെക്കുന്നത് നല്ലതാണ്. ഓർമ്മകൾ ഉണ്ടായിരിക്കണം, അല്ലേ? അതെ. അപ്പോൾ ഏതായാലും ഞാൻ വിശ്വസിക്കുന്നു നരേന്ദ്രമോദി പണി തുടങ്ങിയിട്ടുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.